കാരുണ്യത്തിലേക്ക് സ്വാഗതം. മധ്യവയസ്കരായ വേണു സരോജം അന്ധദമ്പതികളുടെ നിലാരംഭമായ ജീവിതത്തെപ്പറ്റി കാരുണ്യം പരിപാടിയിൽ മുമ്പ് കാണിച്ചത് നിങ്ങൾ മറന്നിരിക്കില്ലല്ലോ. ജന്മന അന്ധനായ വേണുവും 3 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അന്ധനായി തീർന്ന സരോജവും ജീവിക്കാൻ മറ്റു മാർഗമൊന്നും കാണാതെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും കടമെടുത്ത് ടെലിഫോൺ ബൂത്ത് തുടങ്ങിയതും അതിൽ നഷ്ടം വന്ന് ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാനാവാത്ത അവസ്ഥയിൽ ഇവരുടെ കിടപ്പാടം ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് വന്നതും ഈ കഷ്ടാവസ്ഥയിൽ നിന്ന് എങ്ങനെയും ഒന്ന് കരകയറാൻ ശ്രമിക്കവേ പരമപാവങ്ങളായ ഇവർക്ക് ലഭിച്ച റേഷൻ കാർഡ് സമ്പന്നർക്ക് നൽകുന്ന APL വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡാണെന്ന ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞതും അത് BPL റേഷൻ കാർഡ് ആക്കി കിട്ടാൻ അന്ധനായ വേണു പല ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ഒരു ഫലവുമില്ലാത്ത അവസ്ഥയിൽ താഴെ വീണ് നട്ടല്ലൊടിഞ്ഞ് നെട്ടും ബോൾട്ടുമിട്ട അവസ്ഥയിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പോലും ആവാത്ത വിധം ശാരീരികമായും സാമ്പത്തികമായും വലഞ്ഞ വേണുവിൻ്റെയും സരോജത്തിൻ്റെയും അന്നത്തെ അവസ്ഥയെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴും ഗദ്ഗദത്താൽ വാക്കുകൾ ഇടറിപ്പോകുന്നു. തിരുവനന്തപുരത്തിനടുത്ത് വേളിയിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അസ്ഥിപഞ്ജരം പോലുള്ള ഒരു കൊച്ചു വീട്ടിൽ ഒന്ന് കിടക്കാൻ പോലും ആവാത്ത വിധം നരകയാതന അനുഭവിക്കുകയാണ് ഈ അന്ധദമ്പതികൾ. വേണു എന്ന ഈ 47-കാരൻ ജന്മന അന്ധനാണ്. 3 വയസ്സ് പ്രായമുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട ഹതഭാഗ്യയാണ് ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി സരോജം. കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും ഇവർ BA വരെ പഠിച്ചു. പഠനത്തോട് ഈ സഹോദരിക്കുണ്ടായിരുന്ന അടങ്ങാത്ത അഭിനിവേശം മൂലമാണ് ഇവർക്ക് കാഴ്ച കൊച്ചിലെ നഷ്ടപ്പെട്ട നിലയിലും BA വരെ പഠിക്കാൻ കഴിഞ്ഞതിലുള്ള വസ്തുത. ഇവർ രണ്ടുപേരും അന്ധരായതിനാൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്ന അഭിമാനത്തിൽ കോപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റിയിൽ നിന്നും 50,000 രൂപ ലോൺ എടുത്തു. വേളി ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ ഒരു ചെറിയ ടെലിഫോൺ ബൂത്ത് ആരംഭിച്ചു. തുടക്കത്തിൽ തരക്കേടില്ലാത്ത വരുമാനത്തോടെ നടന്ന ബൂത്ത് മൊബൈൽ ഫോണുകളുടെ പെട്ടെന്നുള്ള അതിപ്രസരണം കാരണം നഷ്ടത്തിലായി തുടങ്ങി. ബിസിനസ് ഇറങ്ങി ഒരു ദിവസം മുഴുവൻ ബൂത്തിലിരുന്നാൽ കിട്ടുന്നത് വെറും 10 രൂപ എന്ന ദുർനിലയിലെത്തി. എന്നാൽ സൊസൈറ്റിയിൽ നിന്നും കടമെടുത്ത പണം പലിശ സഹിതം അനുദിനം വളർന്നുകൊണ്ട് തന്നെയിരുന്നു. സഹകരണ ബാങ്കിൽ നിന്നും 50,000 രൂപ വായ്പ എടുത്താണ് ബൂത്ത് നടത്താൻ തുടങ്ങിയത്. ഇപ്പോൾ അത് ജപ്തി നോട്ടീസ് വരെ ആയി. നിങ്ങൾക്ക് ഈ ലോൺ അടയ്ക്കാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. ബൂത്തിൽ ഒരു ദിവസം 10 രൂപ പോലും കളക്ഷൻ കിട്ടുന്നില്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഒരു നേരം ആഹാരത്തിനുള്ള വക പോലും ഇല്ല. എനിക്ക് 3 വയസ്സിൽ വസൂരി വന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്നിട്ട് എൻ്റെ അമ്മ എന്നെ പല സ്ഥലങ്ങളിൽ അമ്മയ്ക്ക് ആവുന്നവരെ ജോലി ചെയ്ത് തന്നെ ജീവിച്ച് ചെറുതിലെ എന്നെ ബ്ലൈൻഡ് സ്കൂളിലൊക്കെ കൊണ്ടാക്കി. ഞാൻ പഠിച്ച് വിമൻസ് കോളേജിൽ BA പാസ്സായി. അവിടെ നിന്ന് ജോലി കൂലിയൊന്നും ഇല്ലാത്തത് കാരണം പിന്നെ പലരുടെയും നിർബന്ധം കാരണം ഞാൻ കല്യാണം കഴിച്ചു. ഞങ്ങൾ രണ്ടാളും ബ്ലൈൻഡാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. അവന്
ഇന്ന് 19 വയസ്സ് തികഞ്ഞ്. പിന്നെ +2 വരെ പഠിച്ച് അവനെ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് നിവൃത്തി ഇല്ല. അതുകൊണ്ട് അവൻ വെറുതെ വീട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു ജോലിയൊന്നും ഇല്ലാത്തത് കാരണം, വഴി മുട്ടിയത് കാരണം എൻ്റെ വസ്തുവിൻ്റെ 3 സെന്റ് വസ്തുവിൻ്റെ പ്രമാണം കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഈട് കൊടുത്ത് ഞങ്ങൾ ടെലഫോൺ ബൂത്ത് വെച്ചു വേലി ടൂറിസ്റ്റ് വില്ലേജിൽ. അങ്ങനെ അതിൽ 17,000 രൂപ ഞങ്ങൾ ബാങ്കിൽ അടച്ചു. അതിനുശേഷം മൊബൈലിന്റെ അതിക്രമം കാരണം ഞങ്ങൾക്കിപ്പോൾ ഒരു വരുമാനവും ഇല്ല. എൻ്റെ ഭർത്താവിന് സുഖമല്ല. ഭർത്താവ് വന്ന് വീട്ടിലിരിക്കാൻ പഠിച്ച് ഇവിടെ വന്നിരുന്നാലും ഒരു ചായ കുടിക്കാൻ പോലും ഇപ്പൊ കിട്ടാത്ത അവസ്ഥയിലാണ്. ആർക്കു നേരെയും കൈനീട്ടാതെ അഭിമാനത്തോടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ ആദർശ ദമ്പതികൾക്ക് ആദർശം തന്നെ അത്യാവത്തായി മാറുകയായിരുന്നു. പരിശ്രമം എല്ലാ നന്മകളും നേടിത്തരും എന്നാണല്ലോ നാം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവരുടെ ജീവിതത്തിലെ ഉദ്യമങ്ങളെല്ലാം പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക്, പരീക്ഷണങ്ങളിൽ നിന്നും ഘോര പരീക്ഷണങ്ങളിലേക്കും ഇവരെ തള്ളിവിടുകയായിരുന്നു. ഒരിക്കലും അന്തം കാണാനാവാത്ത ഉടനീളമുള്ള വിഷമസന്ധികൾ. സൊസൈറ്റിയിൽ നിന്നും 50,000 രൂപ ലോൺ എടുത്തതിന് കഴിഞ്ഞ 8 വർഷത്തിനകം 17,000 രൂപ ബാങ്കിൽ തിരിച്ചടച്ച നിലയിലും ഇപ്പോൾ ഇവരുടെ വീട് ജപ്തി ഭീഷണിയിലാണ്. ഇതിനായി സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിനു പിന്നാലെ പോയി വീട് വെക്കാനായി 70,000 രൂപ വേറെയും ലോൺ എടുത്തു. നാട്ടുകാരുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സഹായത്തിൽ വെച്ച വീടാണ് ഇപ്പോൾ ജപ്തി ഭീഷണിയിലായിരിക്കുന്നത്. ഈ വീടാകട്ടെ ദയലേശ മധ്യേ ഒന്നും മയങ്ങാൻ പോലും ആവാത്ത നിലയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെ തകർന്ന അവസ്ഥയിലുമാണ്. ഈ കൊടും കഷ്ടങ്ങൾക്കെല്ലാം പുറമെ ഗൃഹനാഥനായ വേണു 3 വർഷം മുമ്പ് ഒരു വീഴ്ചയിൽ നട്ടെല്ല് തകർന്നു. അരയിൽ നെട്ടും ബോൾട്ടുമിട്ട് ഒന്ന് അടിവെക്കാൻ പോലും പ്രയാസപ്പെടുന്ന നിലയിൽ വാക്കറിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കഷ്ടിച്ച് അടിവെച്ചു നടക്കുന്നത്. ഇതിനുള്ള ചികിത്സയ്ക്കായി ഇവർ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് ഈ പരമദാരിദ്ര്യാവസ്ഥയിലുള്ളവരുടെ റേഷൻ കാർഡ് സമ്പന്ന വർഗക്കാർക്ക് കൊടുക്കുന്ന APL വിഭാഗത്തിൽപ്പെട്ടതാണെന്ന ഞെട്ടിക്കുന്ന സത്യം ഇവർ അറിയുന്നത്. നട്ടെല്ല് പൊട്ടി തമ്പിയിട്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റുന്നില്ല. വാക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത്. 2 മാസം 3 മാസം കൂടുമ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് പോകാൻ പോലും നിവർത്തിയില്ല. എൻ്റെ കാർഡ് APL ആണ്. കാർഡ് BPL ആക്കി തരാൻ വേണ്ടി മിനിസ്റ്റർ അടുത്ത് പോലും പോയിട്ട് നമുക്കത് BPL ആക്കി തന്നിട്ടില്ല. അതിപ്പോൾ AAY ആക്കിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടൊരു ആശുപത്രിയിൽ പോകാനോ ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കാനോ ഈ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ്. എങ്ങനെയും BPL കാർഡാക്കി മാറ്റാൻ മന്ത്രിയെ സമീപിച്ചപ്പോൾ സിവിൽ സ്റ്റേഷൻകാർക്ക് താൻ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്ന് മന്ത്രിയുടെ അസന്നിഗ്ധ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ച് ഇവർ സിവിൽ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു മന്ത്രിയുടെയും നിർദ്ദേശം അവർക്കറിയില്ലെന്നും പാർട്ടി അനുഭാവികളാണെന്ന് തെളിയിച്ചാൽ വേണ്ടത് ചെയ്തു തരാമെന്ന അനുഭവമാണ് അവരിൽ നിന്നും ഉണ്ടായത്. തുടർന്ന് 2,000 രൂപയോളം ചെലവഴിച്ച് അടിക്കിടെ ഔദ്യോഗിക സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയിട്ടും
ഈ നിരാരംഭരായ അന്ധദമ്പതികൾക്ക് ലഭിച്ചത് AAY കാർഡാണ്. കാർഡ് VPL ആക്കാൻ വേണ്ടി മിനിസ്റ്റർ ചെന്ന് കണ്ടപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു, ഞാനത് ഓർഡർ ഇട്ടിട്ടുണ്ട്, നിങ്ങളെ സപ്ലൈ ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ മതി, കുടപ്പനക്കുന്നിൽ സിവിൽ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. സിവിൽ സ്റ്റേഷനിൽ കൊണ്ട് ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇല്ല മന്ത്രി ഇതിൽ ഓർഡർ ഇട്ടിട്ടില്ല, മന്ത്രി ഇത് വേണ്ടതുപോലെ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് ഞങ്ങൾ വീണ്ടും പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടെ മിനിസ്റ്റർ ചെന്ന് കാണാൻ പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് തരും, നിങ്ങൾ ഇനി വീട്ടിൽ ഇരുന്നാൽ മതി, ഇനി ഒരിടത്തും പോകണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാർഡ് റേഷൻ കടക്കാരൻ വന്ന് വാങ്ങിക്കും, റേഷൻ കടക്കാരൻ്റെ വന്ന് ചോദിക്കുമ്പം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ 2-3 പ്രാവശ്യം മന്ത്രിയെ കാണാൻ പോയപ്പോൾ പോയപ്പോഴെല്ലാം പറഞ്ഞു, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കണോ ശരി, ഞങ്ങൾക്ക് VPL ആക്കി തന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് വരണ്ടെന്ന് പറയുന്നതെന്ന്. അവസാനമാണ് ഇങ്ങനെ AAY എന്ന് അടിച്ച് കാർഡ് തന്നത്. 2 പേര് അരി മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, പഞ്ചസാര അങ്ങനെയുള്ള ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളെപ്പോലുള്ളവരെ അടുത്ത് ഈ സർക്കാർ കണ്ണു തുറക്കാതിരുന്നാൽ കാഴ്ചയില്ലാത്ത ഞങ്ങളുടെ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യും? ടെലിഫോൺ ബൂത്ത് നടത്തുന്നവരുടെ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥയിൽ മറ്റെന്തെങ്കിലും തൊഴിൽ കൂടെ ചെയ്യാൻ സർക്കാർ സഹായം ചെയ്യുമെന്ന സർക്കാർ ഓർഡറും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫലവുമില്ലാത്ത കേവലം ജലരേഖയായി മാറുകയാണുണ്ടായത്. നിരവധി പേരെ സർക്കാർ സഹായത്തിനായി പിന്നെയും ഇവർ സമീപിച്ചെങ്കിലും സർക്കാർ കാര്യം മുറ പോലെ എന്ന ചൊല്ല് ഇവരുടെ കാര്യത്തിൽ മുറതെറ്റി പോകുകയായിരുന്നു. പുതിയതായിട്ടൊരു ഓർഡർ വന്നിട്ടുണ്ട്, ഇങ്ങനെ വികലാംഗരുടെയും കാഴ്ചയില്ലാത്തവരുടെയും ബൂത്തുകളിൽ കച്ചവട സാധനങ്ങൾ വെച്ച് കച്ചവടം ചെയ്ത് ജീവിക്കാം എന്നുള്ള ഒരു ഓർഡർ ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് അത് കിട്ടിയത്. പക്ഷെ അത് കിട്ടിയെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമാണ് ഉടനെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന കാര്യം. കാരണം ഈ ബൂത്തിന് നമുക്കിവിടെ അനുമതി കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഈ തടിയിലൊക്കെ ഒരുവിധം അടിച്ചു കൂട്ടിയൊക്കെ എങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പം 10 വർഷത്തോളമായി. ഇതിനകത്ത് ഒന്നും വെച്ച് കച്ചവടം ചെയ്യാനും പറ്റത്തില്ല, കാരണം എല്ലാം ചെത്തുകൊടുത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഇനി ആരെങ്കിലും മനസ്സലിവുള്ളവർ എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായിച്ചാലേ ഞങ്ങൾക്ക് ഈ കടയിൽ വല്ല കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം ചെയ്യാൻ പറ്റും. കടൽ പ്രദേശത്തെ ഈ ഷീറ്റൊക്കെ വെച്ച് കടകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്തില്ലാതെയൊക്കെ പോകും. ഇതിന്റെ തടിയും ബാക്കിയുള്ള ഷീറ്റുകളും എല്ലാം ദ്രവിച്ച് ഇല്ലാതായിരിക്കുകയാണ്. പിന്നെ വേറെ ആരുടെയെങ്കിലും സഹായം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഒരു ജീവിത മാർഗത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. വേണു സരോജം അന്ധദമ്പതികളുടെ അരക്ഷിതാവസ്ഥയെപ്പറ്റി കാരുണ്യത്തിലൂടെ അറിഞ്ഞ അനവധി നല്ല മനസ്സുള്ള പ്രേക്ഷകർ ഇവരെ ഹൃദയംഗമായി സഹായിക്കാനായി മുന്നോട്ട് വന്നു. സമാദരണീയ രാഷ്ട്രീയ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സഹായത്താൽ ഇവരുടെ APL റേഷൻ കാർഡ് BPL കാർഡാക്കി മാറ്റിക്കിട്ടി. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ടവർ പോലും ഈ അന്ധദമ്പതിയെ തേടി വന്ന് ഇവർക്ക് ആവശ്യമായ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാകുന്നു. ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്ന കാർഡ് APL കാർഡായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് VPL കാർഡ് വേണമെന്നും പറഞ്ഞ് ഞങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ആ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 2-3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. നിങ്ങൾ സിവിൽ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ മതി, കുടപ്പനക്കുന്നിൽ അവിടെ കൊണ്ട് കൊടുത്താൽ തരും. അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കാർഡ് തരാനല്ല എഴുതിയേക്കുന്നത്, വേണ്ടതുപോലെ ചെയ്യാനാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ എഴുതിയത് കൊണ്ട് അവർ നമുക്ക് VPL കാർഡ് തന്നില്ല. ഇപ്പോഴത്തെ മന്ത്രിസഭ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ കാർഡിന് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, ഇവർക്കാണോ ഈ
APL കാർഡ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ട VPL കാർഡ് കൊടുക്കാൻ എത്രയും വേഗം ഈ കാർഡ് ശരിയായി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഏൽപ്പിച്ചു. ഒരാഴ്ചക്കകം കാർഡ് ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 4 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരിടത്തും പോവാതെ ഒരൊറ്റ പ്രാവശ്യം ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയിട്ടുള്ളൂ. 4 ദിവസം കൊണ്ട് റേഷൻ കാർഡ് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നു. റേഷൻ കടക്കാരനെ കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് തരാനായിട്ട് പറഞ്ഞു. അങ്ങനെ VPL കാർഡ് കിട്ടി. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോടും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനെ ഈ VPL കാർഡ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മാർഗത്തിൽ കൂടി പോയാൽ എല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം കിട്ടും. ഒരു തടസ്സമില്ലാതെ തന്നെ ഇപ്പോഴത്തെ സർക്കാർ ഈ VPL കാർഡ് തരും. നമ്മ കാഴ്ചയില്ലാത്തവരെയും വികലാംഗനെയും കണ്ടാൽ കണ്ണു തുറക്കുന്ന സർക്കാരാണ് ഇപ്പോഴത്തേത്. BPL കാർഡ് ഉള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഞങ്ങൾ ആ ക്യൂവിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് നിന്നിട്ടുള്ളത്. അങ്ങനെ ഈ ബുദ്ധിമുട്ട് സഹിച്ച് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിച്ചത്. ഞങ്ങൾ കാഴ്ചയില്ലാത്തവരാണ്, ഞങ്ങൾക്ക് BPL കാർഡാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഓട്ടോ പിടിച്ച്, എൻ്റെ ഭർത്താവിന് നടക്കാൻ പോലും പറ്റില്ല, വാക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോയിലെ സഹായം കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓട്ടോക്കാരും ഞങ്ങൾക്ക് കാശില്ലായിരുന്നിട്ട് പോലും അവരുടെയും കൂടെ സഹായം ഞങ്ങൾക്കുണ്ടായി. അവർ ഞങ്ങളെ കാശ് അങ്ങനെ വാങ്ങുമ്പോൾ ഞങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ എപ്പോൾ വിളിച്ചാലും ഓട്ടോക്കാർ ഞങ്ങളുടെ ആവശ്യം പ്രമാണിച്ച് അവർ എത്ര ബുദ്ധിമുട്ടിരുന്നാലും ഞങ്ങൾക്കൊപ്പം അവരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കൊണ്ടുപോയി ഈ മന്ത്രിസഭ വന്നപ്പോഴേക്കും വീണ്ടും ഞങ്ങൾ മന്ത്രിയെ കാണുകയും മന്ത്രി ഞങ്ങളെ ഈ VPL കാർഡ് ഞങ്ങൾക്ക് ഓർഡറാക്കി തരാമെന്ന് ഞങ്ങളെ ഇരുത്തിയിട്ട് പറയുകയും, ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഞങ്ങളെ കണ്ടുകൊണ്ട് മന്ത്രിക്ക് തന്നെ ഭയങ്കര പ്രയാസമായി. എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നവര് ആ ലിഫ്റ്റൊക്കെ കയറി ഇറങ്ങിയൊക്കെ വേണം നടക്കാനായിട്ട്. ഈ ഓട്ടോക്കാർ ആ സമയത്ത് സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് ആണ് കൊണ്ടുപോയി അവിടെ കാണിച്ച് കൊണ്ടിരുത്തി. അങ്ങനെ ഇത് മന്ത്രിയെ കാണിച്ച് മന്ത്രി നമ്മളെ കണ്ടിട്ട് എത്ര തിരക്കുണ്ടായിട്ടും അവരെല്ലാം മാറ്റിയിട്ട് ഞങ്ങളെ കാര്യം മന്ത്രി പറയുകയും സെക്രട്ടറിയോട് മന്ത്രിയുടെ കാറിൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി അനക്സിൽ കൊണ്ടുപോയി സെക്രട്ടറിയെ കാണിച്ച് തിരിച്ച് ആ കാറിൽ തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ട് ആണ് ഞങ്ങൾ പിന്നെ ഓട്ടോയിൽ വീട്ടിൽ വന്നത്. അപ്പം ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നിങ്ങളെ കാർഡ് നിങ്ങളെ വീട്ടിൽ തന്നെ കൊടുത്തരാം, 2 ദിവസത്തിനുള്ളിലോ 3 ദിവസത്തിനുള്ളിലോ കൊടുത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ റേഷനിങ് ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് ആ VPL കാർഡ് തരികയും, അങ്ങനെ അസുഖമൊക്കെ ഇനി വന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതുവരെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പരോപകാര തൽപരതയുള്ള അത്തരം നല്ലവരുടെ പിന്തുണയാൽ ഇവർക്ക് പുതിയൊരു വീട് വയ്ക്കാനുള്ള ഓരോ സാധനങ്ങളും ഓരോരുത്തരും സ്പോൺസർ ചെയ്തതിനാൽ ഇവരിപ്പോൾ പുതിയ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിയുന്നു. ഇങ്ങനെയുള്ളൊരു നല്ല ജീവിതത്തിന് വഴിയൊരുക്കി തന്ന ശ്രീ ഗംഗാ ക്രിയേഷൻസിന് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്താനും ഇന്ന് സസന്തോഷം കഴിയുന്ന ഈ അന്ധദമ്പതികൾ മറന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്ത പ്രൊഡ്യൂസറിനോടാണ്, മനസാറിനോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത്. എങ്ങനെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റായി എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ സാറിനോട് പറയുകയും സാർ വന്ന് സമയം ഒത്തതുപോലെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ബൂത്തിൽ വന്ന് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് നിങ്ങൾ തയ്യാറായിക്കോളണമെന്ന് പറയും. കൃത്യസമയമായിട്ട് വന്ന് നമുക്കത് ചെയ്തു തന്നതിന് ആദ്യം നന്ദി പറയേണ്ടത് മനസാറിനോടാണ്. ഞങ്ങളെപ്പോലെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന
കാഴ്ചയില്ലാത്ത ആൾക്കാരും മറ്റ് വിഭാഗത്തിലുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും ഇതേപോലെ ഒരു സഹായമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സഹായിച്ച ആൾക്കാർ, നമ്മളെപ്പോലെ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും കാണണമെന്നും സഹായിക്കണമെന്നും ഞാൻ ഈ പരിപാടിയിലൂടെ പറയുകയാണ്. 20 വർഷത്തിന് മുകളിൽ എന്നെ പരിചയപ്പെട്ട ആൾക്കാർ ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിക്കുകയും അവരെ കൊണ്ടൊക്കുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. അവർക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരുണ്യം എന്ന പ്രോഗ്രാം ആ സാറ് മനസ്സാറ് അത് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ചു. ഞങ്ങള് സാറിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി സാറ് ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നത്. ഞങ്ങളെ ബൂത്തെല്ലാം പൊളിഞ്ഞു വാരി കിടക്കുകയാണ്. അതിലൊരു ഇപ്പം ഗവൺമെന്റ് ഒരു നിയമം ഇറക്കി, അതായത് അവിടെ കച്ചവടം ചെയ്യാമെന്ന്. അങ്ങനെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയെങ്കിലും ഞങ്ങളുടെ ബൂത്ത് ഇങ്ങനെ പൊളിഞ്ഞു വാരി കിടക്കുന്നതുകൊണ്ട് അതിലൊരു ഫ്രിഡ്ജ് വാങ്ങി വെക്കാനോ അങ്ങനത്തെ ഒരു ഇതും ഇല്ല. അപ്പൊ അതിനു വേണ്ടിയും കൂടെയാണ് സാറ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നല്ലവരായ ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും. അവർ ഇനി ഞങ്ങളെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാരുണ്യം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കും ഞങ്ങളെ സഹായിച്ച സഹോദരങ്ങൾക്കും ഞങ്ങൾ ഈ കാരുണ്യം പ്രോഗ്രാമിലൂടെ നന്ദി പറയുകയാണ്. ഈ കുടുംബത്തിന് ചെറിയൊരു ഉപഹാരം നൽകുന്നു. ശ്രീ മഹാവിദ്യ യോഗീശ്വര ബ്രഹ്മമൂർത്തി ചാത്തൻ സേവാമഠം, വലിയശാല, ജ്യോതിപുരം, തിരുവനന്തപുരം. അയ്യപ്പ ട്രഡേഴ്സ്, ആര്യശാല ജംഗ്ഷൻ, ട്രിവാൻഡ്രം 36. Jewelers, Punnapuram, Trivandrum. Phone 2451387. കാലം ജൂലേഴ്സ്, രാജധാനി ബിൽഡിംഗ്, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം, പോത്തൻകോട്, വെഞ്ഞാറമൂട്. ഷൂസ് ഫോർ യു, മൾട്ടി ബ്രാൻഡ് ഫാമിലി സ്റ്റോർ, പുളിമോട്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. Twins Mobile Communication, Capital Tower, Statue, opposite Secretariat. New Market, opposite Post Office, Tirumala, Trivandrum. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ ശ്രീ ഗംഗ ക്രിയേഷൻസ്, താര 125, TC 13/580, തമ്പുരാമുക്ക് റോഡ്, കുന്നുകുഴി, തിരുവനന്തപുരം 35. ഫോൺ 93 49 77 45 54. ഇമെയിൽ ശ്രീ gangacreations@gmail.com. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.